നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. താലൂക്ക് തല കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. 2 സൈബർ കേസുകളിലായി 8.5 ലക്ഷത്തിലധികം തുക തട്ടിയെടുത്ത പ്രതികളെ വടക്കേ ഇന്ത്യയിൽ നിന്ന് സൈബർ ക്രൈം പോലീസ് പിടികൂടി. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് യൂണിയൻ 14ാം വാർഷിക സമ്മേളനം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. 200ഓളം ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ കേക്ക് മേള സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. തൃശൂർ താലൂക്ക് തല കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് തൃശൂർ ടൗൺ ഹാളിൽ നടത്തിയ അദാലത്ത് റവന്യൂ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. കരുതലും കൈത്താങ്ങും അദാലത്തിലെത്തുന്ന ഭൂരിഭാഗം പരാതികളും അതിൽ തന്നെ പരിഹരിക്കുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. ജില്ലാതലത്തിൽ തീർപ്പാക്കാൻ കഴിയാത്ത പരാതികൾ സംസ്ഥാന സർക്കാർ ക്യാബിനറ്റ് തീരുമാനത്തിലൂടെ പരിഹരിക്കും. ചിലത് വകുപ്പുകളുടെ നേതൃത്വത്തിൽ പരിഹരിക്കും. ആവശ്യമെങ്കിൽ നിയമസഭ കൂടിയും പരിഹരിക്കും. കേരളത്തിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ഏതെല്ലാം വിധത്തിലുള്ള വഴികളിലൂടെ പോകണമോ ആ വഴികളിലൂടെ പോവുക എന്നതാണ് സർക്കാർ ലക്ഷ്യം. ആവശ്യമെങ്കിൽ നിയമവും ചട്ടവും മാറ്റി എഴുതുമെന്ന് മന്ത്രി ആവർത്തിച്ചു. കേരളത്തിലെ ഓഫീസ് പ്രവർത്തനങ്ങളെല്ലാം ഓഫീസ് സംവിധാനത്തിലേക്ക് മാറുന്നു. വില്ലേജ്, പഞ്ചായത്ത്, കോർപ്പറേഷൻ തുടങ്ങിയ ഓഫീസുകളിൽ പൊതുജനങ്ങൾ പരാതി കൊടുക്കുമ്പോൾ സ്കാൻ ചെയ്ത് ഓൺലൈനിലാക്കി സെക്രട്ടേറിയറ്റിലുള്ള ഉദ്യോഗസ്ഥർക്ക് വരെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കും കാണാൻ കഴിയുന്ന വിധത്തിലാക്കി വേഗത്തിൽ പരിഹാരം കാണാനാകും. രാജ്യത്തെ ഏറ്റവും ഉയർന്ന ഹാപ്പിനെസ് ഇൻഡെക്സ് ഉള്ള സംസ്ഥാനമെന്ന നിലയിൽ ഇന്ത്യയിലെ മികച്ച സംസ്ഥാനങ്ങളിലൊന്നായി കേരളം മുന്നേറിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഗതിവേഗം പകരുന്ന നടപടി കൂടിയായി അദാലത്തുകൾ മാറുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. അദാലത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 6 വയസ്സുകാരൻ അമ്പാടിക്ക് ലയൺസ് ക്ലബ് നൽകിയ വീൽചെയർ മന്ത്രിമാരായ കെ രാജൻ, ഡോക്ടർ ആർ ബിന്ദു എന്നിവർ ചേർന്ന് കൈമാറി. വേദിയിൽ വെച്ച് 20 പട്ടയങ്ങളും വിതരണം ചെയ്തു. ടൗൺ ഹാളിൽ നടത്തിയ അദാലത്തിൽ പി ബാലചന്ദ്രൻ MLA, തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് രവീന്ദ്രൻ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ അടലനസൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കരുതലും കൈത്താങ്ങും തൃശൂർ താലൂക്ക് അദാലത്തിൽ 20 പട്ടയങ്ങൾ വിതരണം ചെയ്തു. തൃശൂർ താലൂക്കിലെ ഒല്ലൂർ വില്ലേജിലെ നവജ്യോതി നഗറിൽ 13ഉം ശാന്തി നഗറിൽ 7 പട്ടയങ്ങൾ വിതരണം ചെയ്തു. കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള ഭൂമി വിട്ടു നൽകാത്തതുമൂലം കാലങ്ങളായി പട്ടയം കൊടുക്കാൻ കഴിയാതിരുന്ന ഭൂമിക്കാണ് പ്രശ്നങ്ങൾ പരിഹരിച്ച് റവന്യൂ വകുപ്പ് പട്ടയങ്ങൾ നൽകിയത്. വയോധികയ്ക്ക് മകന്റെ ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. അദാലത്തിൽ 76-കാരിയായ വയോധികയ്ക്ക് ആശ്വാസമായി. തൃശൂർ ജില്ലയിലെ പാറളം ഗ്രാമപഞ്ചായത്തിലെ റോസിയായിരുന്നു പരാതിക്കാരി. അനുഭാവപൂർവ്വം പരാതി കേട്ട വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പരാതിയിൽ ഉടനടി പരിഹാരമുണ്ടാക്കി വയോധികരായ മാതാപിതാക്കളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ RDOയ്ക്ക് നിർദ്ദേശം നൽകി. തൃശൂർ ടൗൺ ഹാളിൽ നടത്തിയ കരുതലും കൈത്താങ്ങും തൃശൂർ താലൂക്ക് അദാലത്തിൽ 21 പേർക്ക് അർഹ വിഭാഗത്തിലേക്ക് റേഷൻ കാർഡ് മാറ്റി നൽകി. 10 പേർക്ക് ചുവപ്പ് BPL റേഷൻ കാർഡ് അനുവദിച്ചു. 11 അപേക്ഷകർക്ക് മഞ്ഞ AYA റേഷൻ കാർഡും വിതരണം ചെയ്തു. ഗുരുതര രോഗം ബാധിച്ച പൊതുവിഭാഗം കാർഡുകളാണ് ചുവപ്പ് മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയത്. ഗുരുതര രോഗമുള്ളതും ഒറ്റയ്ക്ക് താമസിക്കുന്നതുമായ വിധവകൾക്ക് മുൻഗണനാ കാർഡ് AY അന്ത്യോദയ റേഷൻ കാർഡാക്കി മാറ്റി. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 6 വയസ്സുകാരന് വീൽചെയർ കൈമാറി. ലൈഫിൽ വീട് നൽകാനുള്ള നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. കാഴ്ചപരിമിതിയും ശാരീരിക മാനസിക വെല്ലുവിളികളും നേരിടുന്ന 6 വയസ്സുകാരൻ മരോട്ടിച്ചാൽ ബിനുവിന്റെ മകൻ അമ്പാടിക്ക് വീൽചെയർ നൽകി. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ ഇടപെടലിലൂടെയാണ് ലയൺസ് ക്ലബ് വീൽചെയർ നൽകിയത്.
അമ്പാടിയുടെ അമ്മ തനിക്ക് ഇഷ്ടദാനം ലഭിച്ച ഭൂമിയിൽ വീട് വയ്ക്കാനുള്ള സഹായം അഭ്യർത്ഥിച്ചു. പരാതി കേട്ട മന്ത്രി അമ്പാടിക്ക് വീട് വെച്ച് നൽകാൻ ആവശ്യമായ നടപടികളെടുക്കാൻ തഹസിൽദാർക്ക് നിർദ്ദേശം നൽകി. ലൈഫിൽ വീട് നൽകാനുള്ള നടപടി സ്വീകരിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ ഇടപെടലിലൂടെയാണ് ലയൺസ് ക്ലബ്ബ് വീൽചെയർ നൽകിയത്. 2 സൈബർ ക്രൈം കേസുകളിലായി 8.5 ലക്ഷത്തിലധികം തുക തട്ടിയെടുത്ത പ്രതികളെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് പിടികൂടി സൈബർ ക്രൈം പോലീസ്. പ്രതികളായ ബീഹാർ നവാഡ ജില്ലയിലെ ബിഖാൻപുര സ്വദേശിയായ സഞ്ജയ് കുമാർ, പാട്ന ജില്ലയിലെ ശിവപുരി സ്വദേശിയായ അഭിനവ് സിംഗ്, ജാർഖണ്ഡ് മധുപൂർ സ്വദേശിയായ ദിനുകുമാർ മണ്ഡൽ എന്നിവരെ തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തു. ഡിസംബർ 14-ന് പെരിങ്ങാവ് സ്വദേശിയെ ഫോണിൽ വിളിച്ച് ഓല ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്യുന്നതിന് ഒരു വെബ്സൈറ്റ് ലിങ്ക് അയച്ചുകൊടുത്തു. പേയ്മെന്റ് അടയ്ക്കാൻ നിർദ്ദേശിച്ചു. 1,38,000 രൂപ അയച്ചുകൊടുത്തു. ഈ സ്കൂട്ടറോ തുകയോ ലഭിക്കാത്തതിനെ തുടർന്ന് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി തൃശൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പ്രതികൾ വ്യാജ വെബ്സൈറ്റ് ഉപയോഗിച്ചതായി കണ്ടെത്തി. അന്വേഷണ സംഘത്തിൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുധീർ കുമാർ, സബ് ഇൻസ്പെക്ടർ RN ഫൈസൽ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ വിനു കുര്യാക്കോസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിനോദ് ശങ്കർ, സിവിൽ പോലീസ് ഓഫീസറായ ES ഷിനിത്, അനൂപ്, ശരത്, അനീഷ് എന്നിവർ ഉണ്ടായിരുന്നു. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് യൂണിയൻ 14-ാം വാർഷികം മണ്ണുത്തി വെറ്ററിനറി കോളേജ് ഓഡിറ്റോറിയത്തിൽ VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് V ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. TV ചന്ദ്രമോഹൻ, ഷാജി കോടങ്കണ്ടത്ത്, ജോസഫ് പെരുമ്പിള്ളി, ME മുത്തു, ജോൺ കോശി, MD റോയ് എന്നിവർ സംസാരിച്ചു. K ഗിരീന്ദ്രബാബു വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. VS കന്ദകുമാർ സ്വാഗതവും CA സുരേന്ദ്രൻ നന്ദിയും അറിയിച്ചു. ദേശീയ പെൻഷൻ ദിനമാണ് ഇന്ന്. പെൻഷൻ ജീവനക്കാരുടെ അവകാശമാണ്, ഭരണകൂടത്തിൻ്റെ ഔദാര്യമല്ല എന്ന് പ്രഖ്യാപിച്ച ചരിത്രപ്രധാനമായ സുപ്രീം കോടതി വിധി നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച ഡിസംബർ 17 ആ ദിനത്തെ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ടാണ് പെൻഷൻ ദിനം ഇന്ന് രാജ്യവ്യാപകമായി ആചരിച്ചു വരുന്നത്. യഥാർത്ഥത്തിൽ ജീവനക്കാരെ പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളവരാണ് പെൻഷൻകാർ. പക്ഷേ തുറന്നു പറഞ്ഞാൽ ഇന്നത്തെ കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളുടെ കീഴിൽ ജീവനക്കാരും അസംതൃപ്തരാണ്, അസ്വസ്ഥരാണ്. പെൻഷൻകാരും അതൃപ്തരാണ്, അസ്വസ്ഥരാണ്. ജീവനക്കാരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നടപ്പാക്കിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു, കേന്ദ്രത്തിലും സംസ്ഥാനത്തും. അതൊക്കെ കേവലം ചില മായാത്ത ഓർമ്മകളായി മനസ്സിൽ പച്ചപിടിച്ച് നിൽക്കുന്നു എന്നല്ലാതെ ആ പച്ചപ്പിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഉത്രാളിക്കാവ് ഭഗവതിക്കായി എങ്കക്കാട് ദേശം സമർപ്പിക്കുന്ന ദേശപ്പാനയ്ക്ക് മില്ലങ്കണത്തിൽ തുടക്കം. രാവിലെ 10-ന് നടന്ന പാന കാൽനാട്ട് കർമ്മത്തിന് ശേഷം പാണ്ടിമേളത്തോടെ ഭഗവതിയെ താലത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിച്ച് ആനയിച്ചിരുത്തി. കൊട്ടിവെച്ച് അകംപൂകൽ ചടങ്ങും കളം കുറിക്കൽ ചടങ്ങും നടന്നു. ദീപാരാധനയും വെള്ളത്തിരുത്തി ദിനേശവും സംഘവും അവതരിപ്പിക്കുന്ന തായമ്പകയും അരങ്ങേറും. രാത്രി 10 മുതൽ പാൽക്കുടം പൂജ, ഇരുന്നുപാണ്ടി, താലപ്പൊലിയോടുകൂടി പാൽക്കുടം എഴുന്നള്ളിപ്പ്, നടക്കൽ പൂജ, തളിക പൂജ എന്നിവ നടത്തും. പുലർച്ചെ പാനവലത്ത് കളം മായ്ക്കൽ, കോമരങ്ങളുടെ കൽപ്പനയും ഗുരുതി സമർപ്പണവും നടക്കും. കരുമത്ര കൃഷ്ണൻകുട്ടി മുഖ്യ കാർമ്മികനായി, V ശ്രീധരൻ വലംചണ്ടയും തങ്കപ്പൻ നായർ കുളമ്പാട് കളമെഴുത്തും ഭാസ്കരൻ മംതിലാത്തുമാണ് ഒരുക്ക് സജ്ജീകരണം.
ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. 2 കേസുകളിലായി 9 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ഇതര സംസ്ഥാനക്കാരായ 3 പേരെ ഉത്തരേന്ത്യയിൽ നിന്നും തൃശൂർ സൈബർ ക്രൈം പോലീസ് പിടികൂടി. നവംബർ 14-ന് പെരിങ്ങാവ് സ്വദേശിയെ ഫോണിൽ വിളിച്ച് ഓല ഇലക്ട്രിക് സ്കൂട്ടർ ബുക്ക് ചെയ്ത് വെബ്സൈറ്റ് ലിങ്ക് അയച്ചു കൊടുത്ത് പേയ്മെന്റ് അടയ്ക്കാൻ നിർദ്ദേശിച്ചു. 1,38,500 രൂപ അയച്ചു കൊടുത്തു. സ്കൂട്ടറോ തുകയോ ലഭിക്കാത്തതിനെ തുടർന്ന് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി തൃശൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. മറ്റൊരു കേസിൽ കഴിഞ്ഞ മെയ് മാസം 2-ന് പുന്നയൂർ സ്വദേശിയുടെ ഫോണിലേക്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ എന്ന് പറഞ്ഞ് വിവിധ നമ്പറുകളിൽ നിന്ന് ഫോൺ വിളിച്ച് OTP കൈക്കലാക്കി 7,14,100 രൂപ തട്ടിയെടുത്തു. 2 കേസുകളും രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പ്രതികൾ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടെന്ന വിവരം ലഭിച്ച് ഇൻസ്പെക്ടർ സുധീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നോർത്ത് ഇന്ത്യയിലെത്തി പിടികൂടി. 7,14,100 രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ ജാർഖണ്ഡിൽ നിന്നും 1,38,500 രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതികളെ ബീഹാറിൽ നിന്നും അറസ്റ്റ് ചെയ്തു. ബീഹാർ നവാഡ ജില്ലയിൽ ബിക്കാൻപുര സ്വദേശിയായ സഞ്ജയ് കുമാർ, ബീഹാർ പാറ്റ്ന ജില്ലയിൽ ശിവപുരി സ്വദേശിയായ അഭിനവ് സിംഗ്, ജാർഖണ്ഡ് മധുപൂർ സ്വദേശിയായ ദിനുകുമാർ മണ്ഡൽ എന്നിവരെയാണ് തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്.
തുടക്കം ഉള്ള രീതി ഇപ്പോൾ ഒരു 6-7 മാസമായിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെ കോളുകൾ വരുന്നുണ്ട്, ഫോണുകൾ ബ്ലോക്കായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പാർസലിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഈ പാർസലിൽ ലഹരി വസ്തുക്കളുണ്ട്, നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ഇടുകയാണ്. ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസർ, ഒരു മുംബൈ പോലീസിലെ ക്രൈം ബ്രാഞ്ചിലുള്ള CBIയിലുള്ള ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെർച്വൽ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. അതും ഒരു പ്രധാനപ്പെട്ട സ്കാമായിട്ടുണ്ട്. ആ സ്കാമിൽ പിന്നെയും നമുക്ക് ഹോൾഡ് ആകുന്ന അമൗണ്ടുകൾ കുറച്ചു എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് തന്നെ സംശയം തോന്നി 1-2 കേസുകളിൽ 1930 ബന്ധപ്പെടാറുണ്ട്. അതായത് സംഭവിച്ചതിന് ശേഷം 24 മണിക്കൂറിനുള്ളിലോ 48 മണിക്കൂറിനുള്ളിലോ 1930 വിളിക്കുന്ന ആൾക്കാരുകൾ ഇവിടെ ഉണ്ട്. രണ്ടാമത് പ്രധാനപ്പെട്ട സ്കാം നമുക്ക് കാണുന്നത് ഈ ട്രേഡിംഗ് സ്കാം എന്ന് പറയുന്ന വാട്സാപ്പ് വഴി പരിചയപ്പെടുന്നത്, ഇല്ല ഇന്റർനെറ്റ് വഴി പരിചയപ്പെടുന്ന ആ ഗ്രൂപ്പുകളിൽ മെമ്പറായിട്ട് അവർ പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇല്ല വെബ്സൈറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതുവഴി ട്രേഡിംഗ് നടത്തുകയും പൈസ ലാഭം കുറച്ച് കിട്ടുകയും അതിനുശേഷം ഫർദർ പൈസ ഇടുമ്പോഴത്തേക്ക് അത് ലാഭം കിട്ടാതെ പോവുകയും, ഇല്ല ലാഭം കിട്ടുന്നത് ഇപ്പോൾ അവരുടെ ആപ്പിൽ കാണിക്കുന്നുണ്ടെങ്കിലും ആക്ച്വൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ട്രേഡിംഗ് സ്കാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു ദിവസം സംഭവിക്കുന്ന, ഒരു ദിവസമോ 2 ദിവസമോ സംഭവിക്കുന്ന ഒരു തട്ടിപ്പായിട്ടില്ല. മിനിമം ഒരാഴ്ച 10 ദിവസം ഇല്ല അതിനേക്കാളും കൂടുതൽ 2 മാസം 3 മാസം വരെ ഈ സ്കാമുകൾ നടക്കും. ഇതിലുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവസാനം പൈസ കിട്ടാതെ വരുമ്പോഴത്തേക്ക് വീണ്ടും പൈസ അയച്ചു കൊടുത്തിട്ട് പിന്നീട് പരാതിയായിട്ട് വരുമ്പോഴത്തേക്ക് ആദ്യം അവരിൽ നിന്ന് നഷ്ടമായ പൈസ ഒക്കെ ബാങ്കിൽ ഹോൾഡ് ആകുന്ന ഒരു സാഹചര്യം കുറവാണ്. അപ്പോൾ അതിൽ പൈസ തിരിച്ചു കിട്ടാനുള്ള സാഹചര്യവും കുറവായിട്ടാണ് നമുക്ക് കാണുന്നത്. എന്നിരുന്നാലും നമുക്ക് ഇപ്പം ഈ വർഷം ഇൻഫാക്ട് നവംബർ മാസം വരെ നമുക്ക് ഏകദേശം ഒരു പൈസ ഹോൾഡായ കേസുകളിൽ ഒരു 40% ഹോൾഡായ പൈസ നിയമപ്രകാരം CJM കോടതി വഴി നമുക്ക് അവർക്ക് തിരിച്ച് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഹോൾഡായ പൈസ തിരിച്ച് ലഭിക്കുന്നതിൽ എക്സാക്ട് മറ്റു ജില്ലയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എനിക്കറിയില്ല. നേരത്തെ തൃശ്ശൂരിൻ്റെ പെർഫോമൻസ് ഒരു 18% ഇപ്പോൾ ഒരു 40% അടുത്തേക്കും വന്നിട്ടുണ്ട്. 30 കഴിഞ്ഞ് 40% അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതൊരു ലീഗൽ പ്രോസസ് ഉണ്ട്, അവർക്ക് പൈസ തിരിച്ച് കിട്ടി. പുത്തൂർ പഞ്ചായത്തിലെ ചെമ്പംകണ്ടം പൊന്നൂക്കര റോഡിൽ മാലിന്യം തള്ളൽ പതിവാകുന്നു. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ ചെമ്പംകണ്ടം പൊന്നൂക്കര റോഡിന്റെ വശങ്ങളിലാണ് വ്യാപകമായി പല സ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നത്. പ്ലാസ്റ്റിക് ഭക്ഷണ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെയാണ് റോഡിന്റെ വശങ്ങളിൽ തള്ളുന്നത്. ചാക്ക് കണക്കിന് മാലിന്യം റോഡിന്റെ വശങ്ങളിൽ കുമിഞ്ഞുകൂടിയതോടെ ഇതുവഴി മൂക്കുപൊത്തി നടക്കേണ്ട അവസ്ഥയാണ്. ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള മണ്ണുത്തി വെറ്ററിനറി കോളേജ് ചരിത്രം ഇന്ന് KSU തിരുത്തിക്കുറിച്ചിരിക്കുന്നു. SFI കോട്ട കെട്ടി സംരക്ഷിക്കുന്ന തൃശൂർ ജില്ലയിലെ മറ്റൊരു കലാലയം കൂടി KSU യൂണിറ്റ് കോട്ട പൊളിച്ച് മുന്നേറ്റം കുറിച്ചു. കൃത്യം 1 മാസം പിന്നിടുമ്പോൾ വെറ്ററിനറി കോളേജ് കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ 15 അംഗ യൂണിയൻ ജനറൽ സീറ്റുകളിൽ സെക്രട്ടറി, സ്റ്റുഡന്റ് എഡിറ്റർ, ലിറ്റററി ആൻഡ് ഡിബേറ്റ് ക്ലബ് സെക്രട്ടറി, സെക്രട്ടറി ഓഫ് സോഷ്യൽ സർവീസ്, സെക്രട്ടറി ഓഫ് ഹോബി സെന്റർ, സെക്രട്ടറി ഓഫ് നാഷണൽ ഇന്റഗ്രേഷൻ, PG റെപ്രസെന്റേറ്റീവ്, 2020 ഇയർ റെപ്രസെന്റേറ്റീവ്, 2021 ഇയർ റെപ്രസെന്റേറ്റീവ്, 2023 ഇയർ റെപ്രസെന്റേറ്റീവ്, ഡിപ്ലോമ ഇൻ ലബോറട്ടറി ടെക്നിക്സ് എന്നീ സീറ്റുകൾ പിടിച്ചുകൊണ്ട് ശക്തന്റെ മണ്ണിൽ KSU ചരിത്ര മുന്നേറ്റം കുറിച്ചു. 200ഓളം ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ കേക്ക് മേള സംഘടിപ്പിച്ചു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി കുട്ടികളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ കരങ്ങളാൽ പാചകം ചെയ്ത രുചികരമായ കേക്കുകൾ ചേറൂർ വായനശാല ഓട്ടോ സ്റ്റാൻഡിനു സമീപം പ്രദർശനത്തിനും മേളയ്ക്കും ഒരുക്കി. 9ാം വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് വില്ലി ജിജോ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ലെറ്റിസ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ സിസ്റ്റർ സീന, PTA പ്രസിഡന്റ് ഹരിദാസ്, MPTA എക്സിക്യൂട്ടീവ് മെമ്പർമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. അർണോ സ്മാരകങ്ങളുടെ സംരക്ഷണത്തിൽ സർക്കാരും പുരാവസ്തു വകുപ്പും കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ 19-ന് 10 മണിക്ക് പുരാവസ്തു ഓഫീസിന് മുൻപിൽ ധർണ നടത്തുമെന്ന് അർണോസ് പാതിരി അക്കാദമി ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോർജ് തേനാടിക്കുളം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രൊഫസർ PV കൃഷ്ണൻ നായർ ധർണ ഉദ്ഘാടനം ചെയ്യും. CK കുഞ്ഞിപ്പൊറിഞ്ചു, അലക്സ്, ബേബി മൂക്കൻ, ഡേവിസ് കണ്ണമ്പുഴ, ജോൺ കാളിയത്ത് എന്നിവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ ജേക്കബ് പുതുശ്ശേരി, ബേബി മൂക്കൻ, PMM ഷെരീഫ്, ജോൺ കാളിയത്ത് എന്നിവരും പങ്കെടുത്തു. മണ്ണുത്തി മുല്ലക്കര സ്വദേശി 54 വയസ്സുള്ള രാധാകൃഷ്ണൻ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു. തൃശൂർ കോർപ്പറേഷൻ 17ാം ഡിവിഷൻ മണ്ണുത്തി മുല്ലക്കര സ്വദേശി കിഴക്കിനേടത്ത് വീട്ടിൽ പരേതനായ വേലായുധൻ മകൻ KV രാധാകൃഷ്ണനാണ് സഹായം തേടുന്നത്. ഏതാനും കാലമായി കരൾ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. രോഗം കൂടുതൽ മോശാവസ്ഥയിലെത്തിയതോടെ
കരൾ മാറ്റിവെക്കലല്ലാതെ മറ്റൊരു മാർഗവുമില്ല. 40 ലക്ഷം ചിലവ് വരുന്ന ശസ്ത്രക്രിയ നടത്താൻ കുടുംബത്തിന് താങ്ങില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായ കുടുംബത്തിന് കൈത്താങ്ങാകാൻ രാധാകൃഷ്ണൻ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചു. ഭാര്യയും 2 മക്കളും ഉൾപ്പെടുന്ന കുടുംബത്തെ സഹായിക്കാൻ താൽപര്യമുള്ളവർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മണ്ണുത്തി ബ്രാഞ്ചിലെ രാധാകൃഷ്ണൻ KV അക്കൗണ്ട് നമ്പർ 4359818876 IFSC കോഡ് SBIN 0016494 എന്ന അക്കൗണ്ടിൽ നൽകുക. മറ്റൊരിടവേള കൂടി. സജി ഫാബ്രിക്സ് മൂർക്കനിക്കര വാർഷിക സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ഡിസംബർ 1 മുതൽ 25 വരെ. തിരഞ്ഞെടുത്ത പ്രത്യേക ഡിസ്കൗണ്ട് ഐറ്റംസ്, ലേഡീസ് കുർത്തികൾ, ജെൻസ് ഷർട്ടുകൾ, കിഡ്സ് വെയർ, സാരികൾ, ടീനേജ് ടോപ്പുകൾ എന്നിവയുടെ മികച്ച സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. യഥാർത്ഥ ലാഭം നേരിട്ടറിയാൻ ഉടൻ സന്ദർശിക്കൂ സജി ഫാബ്രിക്സ് മൂർക്കനിക്കര. ഫോൺ 7306743585. ഈ ഓഫർ ഡിസംബർ 25 വരെ മാത്രം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ, കാലം നമ്മിൽ ഒന്നായി മാറി, ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകളിലേക്ക് വീണ്ടും. സ്വന്തമായ 2 സെന്റ് ഭൂമിയിൽ നിന്നും ഡിസംബർ 13 അർദ്ധരാത്രിക്ക് ശേഷം ഏതാനും സാമൂഹ്യ വിരുദ്ധർ ഉത്തർപ്രദേശ് മോഡലിൽ കുടിയിറക്കപ്പെട്ട സ്ത്രീ നിരാഹാര സമരം ആരംഭിച്ചു. കുട്ടനല്ലൂർ സെന്ററിൽ സംഭവിച്ച ഈ കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി ഒല്ലൂർ പോലീസിന് അറിയിച്ചിട്ടും പരാതി സ്വീകരിക്കാൻ തയ്യാറായില്ല. സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട് പരാതി നൽകിയപ്പോൾ ഭൂ ഉടമയായ സ്ത്രീയുടെ പരാതി വാങ്ങി യാതൊന്നും എഴുതാത്ത റെസീറ്റ് നൽകി കബളിപ്പിച്ചു. ഒല്ലൂർ വില്ലേജ് സർവേ നമ്പർ 188/1 കുട്ടനല്ലൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ 1967/20211 ആധാരപ്രകാരം ഷീജ പ്രദീപ് എന്ന സ്ത്രീയുടെ ഉടമസ്ഥയിലുള്ള 2 സെന്റ് ഭൂമിയാണ് ഒരു പുലർച്ചെ JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി സ്വന്തം 2 സെന്റിൽ ഒരു 4 ചക്ര സൈക്കിൾ മാത്രമുള്ള വണ്ടിയിൽ പായസം വിറ്റ് കുടുംബം പുലർത്തിയിരുന്ന സ്ത്രീ എല്ലാം നശിച്ച് ഈ അവസ്ഥയിൽ ദുരന്ത ഭൂമിയിൽ സത്യാഗ്രഹമിരിക്കുന്നു. അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ ഈ നടന്ന കുറ്റകൃത്യം ക്രിമിനൽ കുറ്റമല്ല, സിവിൽ നിയമലംഘനമാണെന്ന് പറഞ്ഞ് പരാതി സ്വീകരിക്കാത്തതിൽ ജില്ലാ പൗരാവകാശ വേദി ചെയർമാൻ ദാസൻ കാട്ടുങ്ങൽ പ്രതിഷേധിച്ചു. നീതിക്കായി നടക്കുന്ന ഒരു നിരാഹാര സമരത്തെ ജനങ്ങൾക്കും അധികാരികൾക്കും മുൻപിൽ തുറന്നു കാട്ടുന്നതിന് ഒരു പൊതുജന കൂട്ടായ്മ രൂപീകരിക്കുമെന്ന് ദാസൻ കാട്ടുങ്ങൽ പറഞ്ഞു. ഇന്നു മുതൽ കേരളത്തിൽ സ്പെഷ്യൽ ഡ്രൈവ്. വാഹന പരിശോധന കർശനമാക്കി ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പും. റോഡ് അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് പരിശോധന. ഇന്നു മുതൽ ജനുവരി 16 വരെയായിരിക്കും സ്പെഷ്യൽ ഡ്രൈവ്. കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കളക്ടറേറ്റ് മാർച്ചും ധർണയും 19 രാവിലെ 11 മണിക്ക് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്യും. സഹകരണ പെൻഷൻ പരിഷ്കരണ റിപ്പോർട്ട് തള്ളിക്കളയുക, ക്ഷാമബത്ത പുനരാരംഭിക്കുക, 75 വയസ്സ് പൂർത്തിയായവർക്ക് സ്പെഷ്യൽ അലവൻസ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് EM ശ്രീധരൻ നമ്പൂതിരിപ്പാട്, സെക്രട്ടറി T മോഹനൻ, KM ചാക്കോ എന്നിവർ പങ്കെടുത്തു. തൃശൂർ നഗരത്തിലൂടെ അപകടകരമായി സ്കേറ്റിംഗ് ചെയ്തയാൾ പോലീസ് പിടിയിൽ. മുംബൈ സ്വദേശി 25 വയസ്സുള്ള സുബ്രത മണ്ഡലാണ് തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത്. കോൺക്രീറ്റ് നിർമ്മാണ തൊഴിലാളിയായ സുബ്രത കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഏറെ വാഹനത്തിരക്കുള്ള തൃശൂർ സ്വരാജ് റൌണ്ടിലൂടെ അപകടകരമായ രീതിയിൽ സ്കേറ്റിംഗ് നടത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങൾ വാർത്തയായതോടെ ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും ആളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് ചൊവ്വാഴ്ച ഉച്ചയോടെ വീണ്ടും ഇയാൾ സ്വരാജ് റൌണ്ടിലൂടെ സ്കേറ്റ് ചെയ്യുന്നതിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു. പിടിയിലായതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം പുതുക്കാട് ദേശീയപാതയുടെ സർവീസ് റോഡിലൂടെ ഇയാൾ സ്കേറ്റിംഗ് നടത്തിയതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താലൂക്ക് തല കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. 2 സൈബർ കേസുകളിലായി 8.5 ലക്ഷത്തിലധികം തുക തട്ടിയെടുത്ത പ്രതികളെ വടക്കേ ഇന്ത്യയിൽ നിന്ന് സൈബർ ക്രൈം പോലീസ് പിടികൂടി. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി പെൻഷനേഴ്സ് യൂണിയൻ 14ാം വാർഷിക സമ്മേളനം മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. 200ഓളം ഭിന്നശേഷിക്കാരായ കുട്ടികൾ പഠിക്കുന്ന ചേറൂർ സെന്റ് ജോസഫ് സ്പെഷ്യൽ സ്കൂൾ കേക്ക് മേള സംഘടിപ്പിച്ചു. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.